ചുടർന്നുവാ മിഴിക്കുടങ്ങളിൽ ഒരഴകു പോലെ വാ വസന്തകാല ജാലലോലയാ കന്നിപ്പെണ്ണിൻ ചെല്ലച്ചുണ്ടിൽ കള്ളച്ചിരിയുമായി ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗിലേക്കാണ് ഇന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇത് കപ്പ മീൻ ഒക്കെ ആണെന്ന് മനസ്സിലായല്ലോ, പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പോകെ പറയാം അതെന്താണ് അത് സംഭവം എന്ന്. ഇപ്പോഴേ പറഞ്ഞാൽ എൻ്റെ ആ ഒരു രസം അങ്ങ് പോയില്ല. ഇത് ഒരു ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് ഇതൊക്കെ ഒരു 8 to 10 മിനിറ്റ്സിൽ നമുക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പറ്റിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പർ, ഇതൊരു ഈസ്റ്റർ ടൈമായിരുന്നേ, ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈസ്റ്ററിൻ്റെ എഗ്ഗ് പല ടൈപ്പ്, ഇത് എന്താണെന്നും തുറന്നു നോക്കണമല്ലോ, നമ്മൾ എന്താണെന്നറിയാതെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നും വെച്ചിട്ട് അങ്ങനെ ഞാനങ്ങനെ പുറത്തിറങ്ങിയതാണ്. പോകാൻ പെട്ടെന്ന് രാവിലെ എൻ്റെ ആ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്, കുറേ വർഷമായി ഞങ്ങൾ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആൾ ബാംഗ്ലൂരിൽ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നെങ്കിൽ ഇന്ന് ഒരു 4:30 ആകുമ്പം വന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം, അപ്പം അതിനുള്ള തയ്യാറെടുപ്പൊന്നും നടന്നില്ല. അങ്ങനെ ആ ലേഡി ഓടിപ്പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ അവർ ഓടിപ്പോക്കോട്ടെ എന്ന്. വേറൊരു കാര്യം പറയട്ടെ, അതായത് നോക്കി നമ്മളൊക്കെ കറി വെക്കുന്ന കുമ്പളങ്ങ അതാ വീടിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. തമിഴര കേട്ടോ. ഇവരിത് എത്ര ദിവസമായി ഇത് കെട്ടിത്തൂക്കിയിടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ ഒന്ന് പറയണേ. ഇതാ പെട്ടെന്ന് ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നെ. അപ്പം കാണിക്കുന്ന 58 മിനിറ്റ്സ് 24 കിലോമീറ്റർ അങ്ങനെങ്ങോ പറയുന്നത്. അതുപോലെ ഞാൻ പെട്ടെന്ന് റാപ്പിഡോ എടുക്കുന്നത്, അതാ ഏറ്റവും നമുക്ക് റീസണബിൾ ആയിട്ടുള്ള. ഇപ്പോൾ 450 ഒരു ആളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ റൈഡ്. അപ്പം നമുക്കിങ്ങനെ പൈസ ഇങ്ങനെ 20, 40, 80 അങ്ങനെ നമ്മൾ കൂട്ടി ബിഡ് ചെയ്യാം. അപ്പം നമ്മൾ ആരെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ 54 ആയപ്പം ഒരു ആൾ റൈഡ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ അകത്ത് വന്ന് നമ്മളെ പിക്ക് ചെയ്യുക എന്നുള്ളത് വലിയ പാടാണ്, ടവറും ഫ്ലാറ്റും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പം മെയിൻ ഗേറ്റിലോട്ട് പോയാണ് എപ്പോഴും ക്യാബ് എടുക്കണമെന്നുള്ള ടൈമിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരാൾ റെഡിയായി. ഈ ഒരു വ്യൂ ഇപ്പം നമ്മുടെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ആ പണക്കിഴി വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ ഇല്ലേ, അതിൽ അങ്ങനെ ഒരു 3 മിനിറ്റ്സിനകം നമ്മുടെ ഒരു ആൾ ക്യാബിൽ ആൾ വരുന്നു, അക്സെപ്റ്റ് ചെയ്ത ആൾ വരുന്നു എന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് കാണിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇതും നമ്മുടെ പല വീട്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ കണ്ടോ കാണിക്കുന്ന 3 മിനിറ്റ് അങ്ങനെ വന്നു. ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആവുന്നു കേട്ടോ. ആ കുട്ടി 4:30 എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടുന്ന് ഇത്രയും ദൂരമുണ്ട്, ഏട്ടനോട് ചോദിച്ചപ്പോൾ പോകണ്ടെന്ന് ആദ്യം എന്നോട് പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞു നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. ഏട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒന്നും നോ പറയില്ല എന്നോട്. അതാണ് എൻ്റെ കുഞ്ഞൊരു അഹങ്കാരം എന്നും പറയാൻ വേണ്ടിയല്ലോ. പക്ഷെ പണി പാളിപ്പോയോ എന്ന് പോകെ എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ട് ഒന്നുമില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ അപ്പോൾ കുറച്ച് സിറ്റിയൊക്കെ വിട്ടിട്ട് ആ ഒരു സ്ഥലത്ത് എത്തി. അപ്പോഴത്തേക്ക് റൈഡ് അവിടെ ഒരു അമ്പലം അണ്ടർ കൺസ്ട്രക്ഷൻ കണ്ടു. ആദ്യം അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇങ്ങനെ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക, അവർ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ എൻ്റെ ഫ്രണ്ട്, കൂടെ ഉള്ളത് ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മോളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരോട് കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ അല്ലിയെ കണ്ടല്ലോ, എനിക്കെന്ത് സർപ്രൈസ് കിട്ടി, എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തു. ഞാൻ അല്ലി ഒരു കാര്യം പറഞ്ഞില്ലേ, വെരി ഗുഡ്. ഞാൻ ധൃതി വെച്ചിട്ട് അതുപോലെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിദ്യ ഉണ്ടായിക്കൊണ്ടല്ലോ. താങ്ക് യു. കപ്പ പക്ഷെ ഇത് മീൻ ഒരു അയില ഇന്നലത്തെ ഇരുന്നത് അതൊന്ന് ചൂടാക്കിയിട്ടേ എടുക്കാവുള്ളൂ. കൊള്ളാം. ഇല്ലെങ്കിൽ അതേ പറയാവുള്ളൂ. ഞാൻ ഉണ്ടായിരുന്നു. അല്ല ഇതാ സർപ്രൈസ്. കപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വീട്ടില് 2 ഇപ്പോൾ എടുത്ത് കപ്പ ചപ്പാത്തി. ഏട്ടന് നേരത്തെ കഴിക്കണം. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി റെഡി ആക്കി വെച്ചു. പുറത്തു ഇരിക്കുമെന്ന് തോന്നുന്നു. 2 എണ്ണം വേണ്ട, ഒരെണ്ണം. ഞാൻ ആകെ 3 എണ്ണമേ പറ്റുള്ളൂ. ഞാൻ കഴിക്കാൻ
മീനും കൊണ്ടുവന്നു. പിന്നെന്താ വേണ്ടേ? എരിവ് കൂടുതലുണ്ടോ? ഇതാണ് എൻ്റെ ഫ്രണ്ട് അല്ലി. അല്ലിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴിലെ ആ ഡയലോഗല്ലേ ഓർമ്മ വരുന്നത്. ഇതാണ് ഞങ്ങളുടെ അല്ലി. 5 വർഷം ഞാനും അല്ലിയും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എനിക്കും അല്ലിക്കും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അല്ലിയും അവർ 3 സിസ്റ്റേഴ്സ്, ഞാനും 3 സിസ്റ്റേഴ്സാണ്. ഞാനും രണ്ടാമത്തെ ആളാണ്, അല്ലിയും രണ്ടാമത്തെ ആളാണ്. അല്ലിയുടെ ചേച്ചിയും ബാംഗ്ലൂർ സെറ്റിലാണ്, എൻ്റെ ചേച്ചിയും ബാംഗ്ലൂർ സെറ്റിലാണ്. ഇതൊന്നുമല്ല, അല്ലിക്കും ഒരു മോള്, എനിക്കും ഒരു മോള്. അല്ലിയുടെ മോള് എൻ്റെ മോളെക്കാട്ടിൽ 1 വയസ്സ് പ്രായമുണ്ട്. പക്ഷേങ്കിൽ അല്ലി മോളെ നേരത്തെ പിടിച്ച് ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു അങ്ങ് കല്യാണം കഴിപ്പിച്ചു. മോളിപ്പോൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുവാണ്. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ തമ്മിലുണ്ട്. അല്ലി ഇപ്പം മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാറേ ഇല്ല. എനിക്ക് അല്ലിയെ കാണാൻ പറ്റാറേ ഇല്ല. അല്ലി വരുമ്പം ഞാൻ ഒന്നീ ബാംഗ്ലൂരിലായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഡൽഹിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണൽ ഈയിടെ വളരെ കുറഞ്ഞു. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ കാണുന്നത്. ചേട്ടന്റെ നാരങ്ങ വെള്ളം മിസ് ചെയ്തു. ചേച്ചി കഴിച്ചിട്ടില്ല ചേട്ടന്റെ നാരങ്ങ വെള്ളം. സൂപ്പറാ. പുതിന ഉണ്ടായിരുന്നില്ല, പുതിനയില്ലെന്ന്. നാട്ടിൽ ഞാൻ എപ്പോൾ അല്ലിയുടെ വീട്ടിൽ ചെന്നാലും അല്ലിയുടെ ചേട്ടൻ എനിക്കായിട്ട് നാരങ്ങ ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തരും. എന്തൊരു ടേസ്റ്റിയാണെന്നറിയാം. അത് മിസ് ചെയ്ത് പോയി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലിയുടെ ചേച്ചി അതുപോലെയാണ്. ഞാൻ പക്ഷേ ചേച്ചി ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പരിചയപ്പെടുമ്പോൾ തൊട്ടേ ചേച്ചി ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ചേച്ചിയും കാണുന്നത്. എൻ്റെ ചേച്ചിയെ പോലെ തന്നെ ഒരു ലവ്വിങ് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളാണ് നമ്മൾ റിസീവ് ചെയ്യാൻ വന്നില്ല. ഇത് ആ മോളുടെ ഒരു കുട്ടിയായിട്ടോ, നല്ലൊരു സ്വീറ്റ് ബേബി, 2 years ഉണ്ട്. Punnu smile. Punnu smile. എനിക്ക് കന്നഡയൊന്നും അറിയത്തില്ല. ഈ കുഞ്ഞു ആവ പോലും നല്ല ഭംഗിയായിട്ട് കന്നഡ സംസാരിക്കും. പല്ലിയുടെ വകയാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് കണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി വീഡിയോ ഉടനെ ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടിട്ട് എനിക്ക് ഈവൻ ഫുഡ് പോലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വിദ്യയുടെ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡുമായിട്ട് സർപ്രൈസ് ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. താങ്ക് യു വിദ്യ. നോർമലി അല്ലിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടുന്ന് കഴിച്ചിട്ടെല്ലാം പാക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ന് അല്ലി കപ്പ കഴിച്ചില്ല എന്ന് കേട്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. അങ്ങനെ കപ്പയായിട്ട് ഇറങ്ങിയതാണ്. രാത്രി നന്നായിട്ട് ലേറ്റായി. അപ്പോൾ ചേച്ചി അത് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ഏട്ടൻ്റെ കീ ഉള്ളതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല. എങ്കിലും ഇതിപ്പോൾ ഇവിടുത്തെ ട്രാഫിക് അല്ലേ, സിറ്റിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് 1 hour കൂടുതൽ മുകളിലാവും. അങ്ങനെ നമുക്ക് തിരിച്ചെത്തണം. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരുന്നവരേക്കും ഒരുപാട് നന്ദി.